ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ പെന്തക്കോസ്തിൽ പരമ്പരാഗതമായി കാണുന്ന കറുത്ത പാൻറ്റിൻ്റെ കൂടെ ഇടുന്ന വെള്ള ഷർട്ടും വെള്ള സാരിയും വെള്ള ഷാളും വെള്ള നൈറ്റിയും വെള്ള നെക്ലസും ഒക്കെയാണോ വെള്ള വസ്ത്രം? നമുക്കൊന്ന് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നീ ധനികനാകുവാൻ അഗ്നിയിൽ ശുദ്ധി ചെയ്ത സ്വർണവും നിന്റെ നഗ്നതയുടെ ലജ്ജ മറയ്ക്കുവാൻ വെള്ള വസ്ത്രവും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ പൂശേണ്ട ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നഗ്നതയുടെ ലജ്ജ മറയ്ക്കുവാൻ വെള്ള വസ്ത്രം, കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ പൂശേണ്ട ലേപം. ഇത് ചുമ്മാ മേടിക്കണമെന്നല്ല, എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. അപ്പോൾ ഈ വെള്ള വസ്ത്രവും ലേപവും ഒക്കെ കടയിൽ നിന്ന് മേടിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, ദൈവത്തിനോട് വിലയ്ക്ക് വാങ്ങണമെന്നാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് നമുക്ക് കാണാവുന്ന കടകളിൽ നിന്ന് മേടിക്കാവുന്ന സാധനമല്ല. ഈ രാജാക്കന്മാരുടെയൊക്കെ കാലത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ, ഈ കണ്ണുരോഗം വരാതിരിക്കാൻ കണ്ണിനകത്ത് എഴുതുന്ന ഒരു മരുന്നുകൂട്ടുണ്ടായിരുന്നു. ആ മരുന്നുകൂട്ട് പിന്നീട് അത് കണ്ണെഴുതുന്ന ഒരു ശീലമായി, കൺമഷിയായി ലോകം മുഴുവൻ വന്നതാണെന്നാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ അത് കൂടുതൽ എഴുതുന്നത്. ഇവിടെ പറയുന്നത്, ഈ വ്യവസ്ഥയ്ക്ക് വചനം പറയുന്നത് എന്നാണെന്നറിയാവോ? കണ്ണു തുറക്കാനായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനായി നീ എൻ്റെ അടുത്തുനിന്ന് വില കൊടുത്ത് വാങ്ങിക്കുക. അത് രണ്ടാമത്തെ വിഷയമുണ്ട്. ആദ്യം നമുക്ക് ഈ നഗ്നതയുടെ ലജ്ജയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. എന്താണെന്ന്? നീ ധനവാനാകുവാൻ അഗ്നിയിൽ ശുദ്ധി ചെയ്ത സ്വർണവും നിൻ്റെ നഗ്നതയുടെ ലജ്ജ മറയ്ക്കുവാൻ വെള്ളവസ്ത്രവും. ഇതെന്നാണെന്നറിയോ? ധനവാനോടാണ് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം എടുത്തു കഴിഞ്ഞാൽ നീ ധനവാനാണെന്നാണ് പറയുന്നത്. നിനക്ക് ഡ്രസ്സും ഉണ്ട്, നീ ധനവാനാണ്, നീ ജീൻസ് ഉണ്ട്, ഷർട്ടുണ്ട്, കോട്ടുണ്ട്, ഷൂ ഉണ്ട്, ടൈ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നഗ്നത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പലരും വിദേശത്ത് ജോലി ചെയ്ത് കോടികൾ പണം ഉണ്ടാക്കുന്നു, ഭാര്യമാരിവിടെ ഡ്രൈവർമാരുടെ കൂടെ നടക്കുന്നു. ലജ്ജ. ഡ്രൈവർമാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നല്ല, അവരുടെ കൂടെ ജീവിക്കുന്നു ഭാര്യമാരായിട്ട്. ലജ്ജ. പലർക്കും പണമുണ്ട്, പക്ഷേ മക്കളെല്ലാം വഴിപിഴച്ചു പോയി. ലജ്ജ. നാട്ടുകാരെ കാണിക്കാതെ ചുമ്മാ മൂടി വെച്ചേക്കുന്നതേ ഉള്ളൂ, കുഴപ്പമില്ലെന്ന്. പക്ഷേ അകത്ത് കയറിയാൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. പിന്നെ ഇപ്പോൾ എറണാകുളത്ത് ഈ അടുത്ത കാലത്ത് താക്കോലുകളെല്ലാം കൂടെ മേശപ്പുറത്ത് കൂട്ടിയിട്ടു. എന്നിട്ട് അത് ഷഫിൾ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു താക്കോൽ എടുക്കുമ്പം അവിടെ നിൽക്കുന്ന ഒരുത്തൻ്റെ ഭാര്യ അവന് കൊണ്ടുപോകാം. ഇത് ലജ്ജ. ഇതെല്ലാം ലജ്ജയുണ്ട്. ഇത് ധനവാനായ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഇതാ. പണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പണമുണ്ട്, പക്ഷേ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ലജ്ജകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയുക, നിൻ്റെ നഗ്നതയുടെ ലജ്ജ മറയ്ക്കുവാൻ വെള്ളവസ്ത്രവും കാഴ്ച ലഭിക്കേണ്ടതിന് ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുക. എന്താ ഈ വെള്ളവസ്ത്രം എന്ന് പറഞ്ഞാൽ? അത് തനി അർത്ഥം ഇതാ: പരിശുദ്ധമായ മനസ്സും ശരീരവും, അല്ലെങ്കിൽ പരിശുദ്ധ ജീവിതം. പരിശുദ്ധമായ മനസ്സും ശരീരവും പരിശുദ്ധ ജീവിതവും ഞാൻ വിലയ്ക്ക് വാങ്ങിക്കോളാൻ. അതെങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിക്കുന്നത്? ഈ കാഴ്ച ലഭിക്കാൻ കണ്ണി പുരട്ടേണ്ട ലേപം എന്തിനാണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ അത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം. ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായം മുഴുവൻ ആ ലേപത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ അവകാശമാകാൻ പോകുന്ന ദേശത്ത് പ്രമാണിച്ച് ജീവിക്കേണ്ടതിനും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നീയും നിൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ എല്ലാ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കത്തക്ക വിധം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസുള്ളവനായിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ നിങ്ങളോട് ഉപദേശിക്കുവാൻ പറഞ്ഞിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളുമാകുന്നു ഇത്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ സൂക്ഷ്മതയോടെ അനുസരിച്ച് ജീവിക്കുക. അതായത് ഈ ലേപം എന്ന് പറയുന്നത് ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായം മുഴുവനായിട്ട് കിടക്കുക. 8-9 ഒന്ന് വായിച്ചേ. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീട്ടിന്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. എൻ്റെ ബൈബിൾ ഇങ്ങനെ, അവ നിന്റെ മക്കളോട് ഉപദേശിക്കുകയും
വീട്ടിലിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നീ അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ വചനം ജീവിതത്തിലെ ഒന്നാം സ്ഥലത്ത് വരണം. അവ നിൻ്റെ മക്കളോട് ഉപദേശിക്കണം. വീട്ടിലിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നീ അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവ അടയാളമായി നിൻ്റെ കയ്യിൽ കെട്ടണം. അവ നിൻ്റെ നെറ്റിയിൽ പട്ടമായി ഇരിക്കണം. അവ നിൻ്റെ വീടിൻ്റെ കട്ടളകളിലും പടിവാതിലുകളിലും എഴുതണം. ഇതായി കണ്ണെഴുതുക എന്ന് പറയുന്നതിൻ്റെ വചനപരമായ അർത്ഥം. അത് നിൻ്റെ കണ്ണിലിരിക്കണം എപ്പോഴും. അത് നിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയായി മാറണം. അത് നിൻ്റെ മക്കളോട് പറയണം. അത് നിൻ്റെ ഭാര്യയോട് പറയണം. അത് നീയുമായി ബന്ധപ്പെടുന്നവരോട് പറയണം. നീ ഈ കാര്യങ്ങളാണ് പറയേണ്ടത്, വരുന്നവരോടും പോകുന്നവരോടും അല്ല. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കി കാണിക്കാനുള്ള കാര്യങ്ങൾ. ഇയ്യോബ് 31:1 വായിച്ചേ. ജോബ് 31:1. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തു, പിന്നെ ഒരു കന്യകയെ നോക്കുവാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന് എഴുതിയേക്കുന്നത്. അതായത് ഉടമ്പടി ചെയ്തിട്ട് എൻ്റെ കണ്ണുകളുമായി എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രമായിട്ടല്ല, എൻ്റെ ശരീരമായിട്ട്, എൻ്റെ ബുദ്ധിയായിട്ട്. ഇത് വിഷയം എന്നാന്ന് വെച്ചാൽ എന്ത് കാണുന്നു എന്നതല്ല ദൈവത്തിൻ്റെ വിഷയം. കണ്ടു കഴിഞ്ഞ് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. കണ്ടു കഴിഞ്ഞ് എന്തൊക്കെ അതിൻ്റെ കൂടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വിഷയം. അതുകൊണ്ട് കണ്ടു, അത് കഴിഞ്ഞു പോയെങ്കിൽ പ്രശ്നമില്ല. അത് കഴിഞ്ഞ് പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പാപത്തിലെത്തിക്കും എന്നതാണ് ദൈവവചനം പറയുന്നത്. ഇനി 1 കൊറിന്ത്യർ 3:15-16 വായിച്ചേ. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇനി അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 2 കൊറിന്ത്യർ 3:15-16. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കണ്ടോ, ഇവിടെ പറയുന്നത് ഈ മോശയുടെ പുസ്തകം എന്ന് പറയുന്നത്, മോശയുടെ പുസ്തകം എന്ന് പറയുന്നത് ഈ പഴയ നിയമത്തിലെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന 5 പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇന്നും മൂടുപടം കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കൃത്യതയില്ലായ്മ. നമ്മൾ ഈ മുഖത്തിൻ്റെ മുമ്പിൽ ഒരു ചെറിയ കർട്ടൻ ഇട്ടിട്ട് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് ഒരു ചെറിയ തടസ്സം വരുന്ന പോലെ ഏതാണ്ടൊക്കെ കാണാം, പക്ഷെ ക്ലിയർ അല്ല. എന്നാൽ അതിൻ്റെ 16 പറയുന്നു, ഒരുവൻ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, യേശുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോന്നു. അപ്പോൾ ഒരുവൻ യേശുവിലെങ്കിലേക്ക് തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നഗ്നതയും ലജ്ജയും ഒക്കെ അവന് പിടികിട്ടണം. ചിലർ കണ്ടിട്ടില്ല, ചുമ്മാ തന്നെ അവനവനെക്കുറിച്ച് കുറേ അങ്ങ് പൊക്കി പറയും. ഇല്ലാത്ത സ്വത്തുണ്ടെന്ന് പറയും, ഇല്ലാത്ത കാർ ഉണ്ടെന്ന് പറയും, അല്ല അങ്ങനെ ചിന്തിക്കും. ഇതെല്ലാം കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും. കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാകുമ്പോൾ നിൻ്റെ നഗ്നത വെളി വരും. നീ നഗ്നനാണെന്ന് അവർക്ക് മനസ്സിലാകും. അത് നിൻ്റെ ലജ്ജയാണ്. അപ്പോൾ ദൈവവചനം പറയുന്നത് ഇതെല്ലാം വിലയ്ക്ക് വാങ്ങുക എന്നാണ് പറയുന്നത്. എന്നതാ? വെള്ള വസ്ത്രവും എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ശരീരവും പരിശുദ്ധ മനസ്സും പരിശുദ്ധ ജീവിതവും എന്ന വെള്ളവസ്ത്രം വിലയ്ക്ക് വാങ്ങണം. കാഴ്ച ലഭിക്കാനുള്ള ലേപം വിലയ്ക്ക് വാങ്ങണം. അതെന്താന്ന് നോക്കാം. ലൂക്കാ 14:26. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഈ നമ്മുടെ ന്യൂജൻ സഭകളുടെ ഇടയ്ക്ക് ഒരു പഠിപ്പീരുണ്ട്. അതായത് ആദ്യം കർത്താവ്, ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധം ഒന്നാമത്, പിന്നെ എൻ്റെ കുടുംബം, പിന്നെ ശുശ്രൂഷ. അത് തികച്ചും തെറ്റാത്. വചനം ഇതാ പറയുന്നത്, ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. ശിഷ്യനാണ് വെറുക്കണം എന്ന് പറഞ്ഞാൽ ആജീവനാന്തം വെറുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഒന്നാം സ്ഥാനം ദൈവത്തിനും ദൈവവുമായി ബന്ധപ്പെട്ട വേലയ്ക്കും കൊടുക്കണമെന്ന് തന്നെയാണ് എഴുതിയേക്കുന്നത്. അങ്ങനെയാണെങ്കിലേ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. ഈ വെറുപ്പാണ് ഈ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഇവരെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തുമ്പോൾ ഉള്ള ആ ഒരു ഇതാണ് വില. അതൊരു വിലയാണ്. ഇനി ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെറുക്കുക. ഭക്ഷണത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, യേശുവിനെ പ്രതി അത് വേണ്ടെന്ന് വെക്കുക. അപ്പോൾ അത് വെറുക്കുക.
ചെറുപ്പക്കാരനായ അരോഗ ദൃഢഗാത്രനായ യേശുക്രിസ്തു ഭൂമി വന്നിട്ട് 33.5 വയസ്സായപ്പോൾ തൻ്റെ ആയുസ്സിനെ കൊടുത്തു. തൻ്റെ ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ തൻ്റെ ആയുസ് കൊടുത്തു. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആയുസ്സിൽ എത്ര സമയം നിങ്ങൾ കർത്താവിന് കൊടുക്കുന്നുണ്ട്, കൊടുക്കാൻ പറ്റുന്നുണ്ട്? മത്തായി സുവിശേഷം എടുത്തേ, അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവർ ഉറങ്ങുന്നതായി കണ്ടു. ഇത് ഗത്സമേൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കാൻ പോയ സമയത്തെയാ. എന്നിട്ട് യേശു പറയാ, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് സന്നദ്ധം, ശരീരമോ ദുർബലം. അപ്പോൾ ഈ വെള്ളവസ്ത്രവും കണ്ണിപ്പുരട്ടാനുള്ള ലേപവും മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇന്ന് മൂടുപടം വാങ്ങിക്കിടക്കുന്നിടത്ത് കാഴ്ച ലഭിക്കാൻ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ വിലകൾ കൊടുക്കണം. എന്നെ പ്രതി ചിലതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളെയും കളയണമെന്നല്ല, കുടുംബത്തെ കളയണമെന്നല്ല, 1-ാം സ്ഥാനത്തു നിന്ന് അവരെയൊക്കെ മാറ്റിയിട്ട് 1-ാം സ്ഥാനം കർത്താവാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് ചോദിക്കുക, 1 മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയലേ? എന്നിട്ട് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഈ പല കുരുക്കുകളും വന്ന് വീണത് ഈ വെള്ളവസ്ത്രം ധരിക്കുന്നവർക്കും വെള്ള ഷർട്ടിട്ടവർക്കും വെള്ള സാരി ഉടുത്തവർക്കും വെള്ള ഷാള് പുതച്ചവരും പല കുരുക്കിലും വന്ന് കിടക്കുന്നത് ഈ മേഖലയിലാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ തുറന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു വളരെ വളരെ അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ വെള്ള വസ്ത്രം എന്ന യൂണിഫോം ഇട്ടു, ഞങ്ങൾ വെള്ള സ്ലൈഡും വെള്ള റിബണും കെട്ടി, കർത്താവേ ഞങ്ങൾ വെള്ള ടൈയും വെള്ള കൂളിംഗ് ഗ്ലാസും വേണമെങ്കിൽ വെച്ചു. കർത്താവെ, എങ്കിൽ പോലും ഞങ്ങളുടെ ജീവിതം പരിശുദ്ധമല്ലായിരുന്നു എന്ന വിഷയം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ആയതിനാൽ പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പുറത്തെ വെള്ളയല്ല, ഞങ്ങളുടെ ജീവിതം പരിശുദ്ധമാകേണ്ടതിന്, ഒരു പരിശുദ്ധമായ ജീവിതം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ആ കുറവുകളുടെ പുറകിലുള്ള ലജ്ജ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ആ നഗ്നത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് ഞങ്ങൾ വില കൊടുക്കാൻ തയ്യാറാണ് കർത്താവേ. ഞങ്ങൾ വില കൊടുക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരുടെ ഉള്ളത്തെ അങ്ങ് തുറക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.